dear children. Welcome to Kids Area Online. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? 3ാം ക്ലാസ് EVS എക്സാം ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നോക്കിയാലോ? 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാർച്ച് ലാസ്റ്റ് വരെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. റിവിഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പറഞ്ഞു തരുന്ന ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഏപ്രിൽ 2 വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ ബേസിക് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. കോഴ്സിന്റെ ഡീറ്റെയിൽസ് മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് എല്ലാ ക്ലാസ്സസും വരുന്നത്. അതുപോലെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഇതാണ് വാട്സ്ആപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 3ാം ക്ലാസ്സിലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്. പ്ലാന്റിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ആണ്. നമ്മളിത് ഫസ്റ്റ് ടേമിൽ പഠിച്ചതാണ്. എല്ലാവരും എഴുതി എന്ന് വിശ്വസിക്കുകയാണ്. ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. അവയുടെ പ്രത്യേകതകൾ എഴുതുക. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റെം എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. സ്റ്റെം ഈസ് സോഫ്റ്റ്. സ്റ്റെം സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നോ ഡീപ്പ് റൂട്ട്സ് എഴുതാം. നോ ഡീപ്പ് റൂട്ട്സ് എഴുതാം. സോഫ്റ്റ്, തണ്ട് കടുപ്പം കുറവാണ്, കാഠിന്യം കുറവാണ്. അതുപോലെ റൂട്ട് എന്താണ്? വേരെന്താണ്? ആഴത്തിൽ പോകത്തില്ല. അതൊക്കെ നമുക്ക് ഹെർബ്സിൽ എഴുതാം. ഷ്രബ്സിൽ എഴുതാം. നമുക്കിത് മീഡിയം സൈസ്ഡ് പ്ലാന്റ് ആണ്. ഇടത്തരം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഷ്രബ്സ്. അതുപോലെ ട്രീസ്. ട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. വെരി ഹാർഡ് സ്റ്റെം ആണ്. ഇതിന്റെ സ്റ്റെം നല്ല ഹാർഡാണ്. വെരി ഹാർഡ് സ്റ്റെം ആണ്. പിന്നെ ബിഗർ ഇൻ സൈസ്, വലിപ്പം കൂടുതലാണ്. ബിഗർ ഇൻ സൈസ്, വലിപ്പം കൂടിയ സസ്യങ്ങളാണ് ട്രീസ് എന്ന് പറയുന്നത്. ബിഗർ ഇൻ സൈസ് ആണ്. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് എന്ന് പറയുന്നത്. അതിൽ ബി പാർട്ട്, റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ. വാട്ടറിലുള്ള പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. അതറിയാം, റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്നത്, റൂട്ട്സ് ആണ് വെള്ളത്തിൽ. റൂട്ട്സ് എന്ത് ചെയ്യുന്നു? വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. മിനറൽസ് വെള്ളത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട്. വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോയിൽ നിന്ന് മിനറൽസ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാന്റിന്റെ ഗ്രോത്തിന് വാട്ടർ എസെൻഷ്യൽ ആണ്, അത്യാവശ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽ സി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇതിൽ ശരിയായിട്ടുള്ളതിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക. റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. ഓൾ പ്ലാന്റ്സ് ബ്ലൂം. സ്റ്റെം പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ പ്ലാന്റ്സ്. ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ എ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. ഇതിൽ ശരിയായിട്ടുള്ളത് 4th വൺ ആണ്. എല്ലാ പൂക്കളും എന്തായിട്ട് മാറത്തില്ല? ഫ്ലവേഴ്സ് ആയിട്ട് മാറത്തില്ല. ഓക്കെ, അതായിരുന്നു വരുന്നത്. പിന്നെ റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. അപ്പൊ ശരിയായിട്ടുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. രണ്ടാമത്തെ ആക്ടിവിറ്റി, നോ അവർ ഫുഡ്. ഇത് സെക്കൻഡ് ടേം ആ ഒരു ഇതിലുണ്ടായിരുന്നതാണ്. നമ്മോ പ്രിപ്പയർ ദ ഫോളോയിങ് ടേബിൾ ടു ക്ലാസിഫൈ ഡിഫറെന്റ് ഫുഡ് ഐറ്റം ബേസ്ഡ് ഓൺ ദെയർ ഫ്യൂച്ചേഴ്സ്. ഫ്യൂച്ചേഴ്സ് അനുസരിച്ചിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഗ്രേപ്സ്, റൈസ്, ലേഡീസ് ഫിംഗർ ഇതിനകത്ത് കിടക്കുവാണ്. വെജിറ്റബിൾസിനകത്ത് മൈസ്, ഓറഞ്ച്, കുക്കുംബർ കിടപ്പുണ്ട്. സിറൽസിനകത്ത് ആപ്പിൾ, ബ്രിഞ്ചൽ, വീറ്റ്. ഇതിനെ കറക്റ്റ് ആക്കി എഴുതുക. ഫ്രൂട്ട്സിനകത്ത് ഏതൊക്കെയാ വരിക? ഫ്രൂട്ട്സിനകത്ത് ഗ്രേപ്സ് വരും അല്ലേ? ഇത് രണ്ടും ഫ്രൂട്ട്സിൽ വരുന്നതല്ല. അതുപോലെ വെജിറ്റബിളിനകത്ത് ഇതിൽ ഏതാണ് വരുന്നത്? വെജിറ്റബിൾസ് ഏതൊക്കെയാ വരിക? വെജിറ്റബിൾസ്. കുക്കുംബർ ആണ് ഇതിൽ നിന്ന് വരുന്നുണ്ടാവുക. സിറൽസ് ഇതിൽ നിന്ന് ഏതാണ് ഉണ്ടാവുക? വീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫ്രൂട്ട്സ് ഏതൊക്കെയുണ്ട്? ഇവിടെ ഗ്രേപ്പ് ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ആപ്പിൾ ഉണ്ട് ഫ്രൂട്ട്സില്. വെജിറ്റബിൾസ് ഇവിടെ ഏതൊക്കെയാണ്? ലേഡീസ് ഫിംഗർ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ബ്രിഞ്ചൽ ഉണ്ട്. അതുപോലെ സിറൽസ് വരുന്ന റൈസ് ഉണ്ട്, മൈസ്, അതുപോലെ തന്നെ വീറ്റ്. അങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എഴുതുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സെറൽസ് കറക്റ്റായിട്ട് എഴുതാനുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, വൈ ഡു വി ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? പ്രിപ്പയർ നോട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഫുഡിൽ പലതരം വെറൈറ്റി ഫുഡ് ആഡ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് നോട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. വെറൈറ്റി ക്ലോത്തിങ്. തനു ആൻഡ് ഹിസ് ഫാദർ came to a textile shop to buy clothes. Summer season is coming. Which is the most suitable cloth for summer season? Summer season ഏതാണ് ഏറ്റവും നല്ല ക്ലോത്ത്? കോട്ടൺ ആണ്. കോട്ടൺ ക്ലോത്ത് ആണ് വരിക. Write the features of clothes
യു വിയർ ഇൻ സമ്മർ സീസൺ. സമ്മർ സീസണിൽ ധരിക്കുന്ന ക്ലോത്ത്സിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. എന്താണ്? അബ്സോർബ് മോയ്സ്ചർ ക്വിക്ലി, അബ്സോർബ് ചെയ്യുന്നു, വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്താണ്, എയർ കടന്നു പോകാനുള്ള വഴി, ദർ ഷുഡ് ബി ഇന്റർവേവ് ഗ്യാപ്പ് ഓഫ് എൻഷ്യൂർ ഫ്ലോ ഓഫ് എയർ, അതിവിടെ പറയുന്നുണ്ട്. പിന്നെ ഈസി ടു വാട്ടർ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ക്ലോത്തിങ് ഷുഡ് ബി യൂസ്ഡ്. ഇതൊക്കെ സമ്മർ സീസണിൽ ഉപയോഗിക്കാവുന്ന ക്ലോത്തിന്റെ ഫ്യൂച്ചേഴ്സ് ആണ്. അതാണ് ഇവിടെ എഴുതാനുള്ളത്. നിങ്ങൾ പഠിച്ചതാണ്. അതിൽ സി ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദ ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ്. കോൾഡിൽ ഷീപ്പിന്റെ ഫറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡ്രസ്സ് ഏതാണ്? വൂളാണ്. ഓക്കെ, അതാണ് സി ക്വസ്റ്റ്യനിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ്സ്. ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസിൽ ഇതിൽ ഏതൊക്കെയാണ് ആവശ്യം? കാർപ്പൻട്രി, തടിപ്പണി ആവശ്യമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് വേണം, ടൈലറിംഗ് വരത്തില്ല, ടാപ്പിംഗ് വരത്തില്ല. കൺസ്ട്രക്ഷൻ ഓഫ് ബേസ്മെന്റ് ഇത് എഴുതാം, സോയിങ് വരത്തില്ല, പ്ലാസ്റ്ററിംഗ്. ഇതൊക്കെയാണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, അടുത്ത് വരുന്നത്, സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ. സ്കൂളിൽ എന്തൊക്കെ സർവീസ് ആണ് കിട്ടുന്നത്? പുട്ട് എ ടിക്ക് മാർക്ക്. മണി ട്രാൻസാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? മണി ട്രാൻസാക്ഷൻ ബാങ്ക് ആണ്. ഇതായിരുന്നു നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൈ ലാൻഡ് കേരള, ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള, ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗിവൺ ഡിസ്ട്രിക്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇതിൽ കാസർഗോഡ് നൽകിയിട്ടുണ്ട്. കാസർഗോഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടക, കർണാടകയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇടുക്കി, പാലക്കാടിനെ കുറിച്ച് അവരുടെ ഫീച്ചർ എഴുതുക. അത് തമിഴ്നാടുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്, അത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എഴുതാം. തിരുവനന്തപുരം തമിഴ്നാടായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് എഴുതാം ഡിസ്ട്രിക്റ്റ് ആണെന്ന് എഴുതാം. കേരളത്തിന്റെ ഡിസ്ട്രിക്റ്റ് ആണ് തിരുവനന്തപുരം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്യൂച്ചർ എഴുതുക എന്നുള്ളതായിരുന്നു ആറാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഈസ് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്. മറ്റുള്ള ഡിസ്ട്രിക്റ്റുമായിട്ട് കേരളത്തിൽ ഒരു ഡിസ്ട്രിക്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഏതാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ചിൽഡ്രൻ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.